ശുഭാൻഷു ശുക്ല തന്റെ വിജയകരമായ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം ഭൂമിയിൽ മടങ്ങിയെത്തിയത് ഇന്ത്യക്കാർക്ക് ഒരു സന്തോഷ വാർത്ത തന്നെയായിരുന്നു. മടങ്ങിയെത്തിയ ശേഷം ശുക്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹത്തിന്റെ വസതിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ആക്സിയം 4 ദൗത്യത്തിന്റെ വിജയത്തെ പറ്റിയും ഇന്ത്യയുടെ അഭിലാഷമായ ഗഗൻയാൻ ദൗത്യത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. ആശയവിനിമയത്തിനിടെ ബഹിരാകാശത്ത് വിളകൾ വളർത്തുന്നതിനെക്കുറിച്ചും ഇതിനെ ആസ്പദമാക്കിയുള്ള തന്റെ നിരവധി പരീക്ഷണങ്ങളെക്കുറിച്ചും ശുക്ല സംസാരിച്ചു. ബഹിരാകാശത്തെ പരിമിതമായ സ്ഥലവും ചെലവേറിയ ചരക്കും മൂലം ഭക്ഷണം ഒരു പ്രധാന വെല്ലുവിളിയായി തുടരുന്നു എന്ന് മോദിയോട് ശുക്ല പറയുകയുണ്ടായി. ബഹിരാകാശ യാത്രികർക്ക് മാത്രമല്ല ഭൂമിയിലെ പാവപ്പെട്ട ജനങ്ങൾക്കും ഭക്ഷ്യസുരക്ഷാ വെല്ലുവിളികളെ നേരിടാനുള്ള തന്റെ പരീക്ഷണങ്ങളുടെ കഴിവ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ISSൽ സസ്യങ്ങൾ വളർത്തുന്നതുൾപ്പെടെ ബഹിരാകാശത്ത് വിവിധ പരീക്ഷണങ്ങൾ ശുക്ല നടത്തിയിരുന്നു. തന്റെ കർഷക ദൗത്യത്തിന്റെ ഭാഗമായി അദ്ദേഹം പെട്രി ഡിഷുകളിൽ നിലക്കടലയും മെത്തി വിത്തുകളും നട്ടുപിടിപ്പിച്ച് ഒരു സ്റ്റോറേജ് ഫ്രീസറിൽ സൂക്ഷിച്ചു. മുളയ്ക്കുന്നതിലും ആദ്യകാല സസ്യ വികസനത്തിലും മൈക്രോഗ്രാവിറ്റിയുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ ഭാഗമായിരുന്നു ഈ പരീക്ഷണം. ഈ വിത്തുകൾ ഭൂമിയിൽ മടങ്ങിയെത്തിയ ശേഷം കൃഷിക്കേൽപ്പിക്കും. ഇതായിരുന്നു ദൗത്യം. ഗവേഷകർ അവയുടെ ജനിതക ശാസ്ത്രം, മൈക്രോബിയൽ എക്കോസിസ്റ്റം, പോഷക പ്രൊഫൈൽ എന്നിവയിലെ മാറ്റങ്ങൾ പരിശോധിക്കുകയും ചെയ്യും. ISSൽ കൃഷിയിൽ പരീക്ഷണം നടത്തുന്ന ആദ്യ ബഹിരാകാശ യാത്രികനല്ല ശുക്ല. ബഹിരാകാശ യാത്രികർ വളരെ ചെറിയ തോതിൽ ബഹിരാകാശത്ത് സസ്യങ്ങൾ വളർത്തുന്നുണ്ട്. 2014 നാസ വെജി എന്ന പേരിൽ ഒരു വെജിറ്റബിൾ പ്രൊഡക്ഷൻ സിസ്റ്റം ISSൽ വിക്ഷേപിച്ചു. ലളിതമായി പറഞ്ഞാൽ വെജി ഒരു സ്പേസ് ഗാർഡൻ ആണ്. ഒരു ക്യാരി ഓൺ ബാഗിന്റെ വലുപ്പമുള്ള വെജിയിൽ 6 ചെടികൾ വരെ ഉൾക്കൊള്ളും. ബഹിരാകാശ യാത്രികരുടെ ഭക്ഷണക്രമത്തിൽ പുതിയ ഭക്ഷണം ചേർക്കാനും ഒപ്പം മൈക്രോഗ്രാവിറ്റി സസ്യങ്ങളുടെ വളർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കാനും ഇത് സഹായിക്കുന്നു. ലെറ്റ്യൂസ്, ചൈനീസ് കാബേജ്, റഷ്യൻ കെയിൽ അടക്കം വിവിധ തരം സസ്യങ്ങൾ വെജി വിജയകരമായി വളർത്തിയിട്ടുണ്ട്. ഇവയിൽ ചിലത് ക്രൂ അംഗങ്ങൾ വിളവെടുക്കുകയും ഭക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി സാമ്പിളുകൾ വിശകലനത്തിനായി ഭൂമിയിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. ഇവയിൽ ദോഷകരമായ സൂക്ഷ്മാണുക്കൾ ഉണ്ടാകുമോ എന്നതായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു ആശങ്ക. എന്നാൽ ഇത്തരം മലിനീകരണം ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഈ സസ്യങ്ങൾക്ക് വളരാൻ 2 വഴികളുണ്ട്. ഒന്ന് ഹൈഡ്രോപോണിക്സ്, മണ്ണില്ലാതെ പോഷക സമ്പുഷ്ടമായ ജലം ഉപയോഗിച്ച് സസ്യങ്ങളെ വളർത്തുന്ന രീതി. 2 എയ്റോപോണിക്സ്, മണ്ണില്ലാതെ പോഷക ലായനി തളിച്ച് സസ്യങ്ങളുടെ വേരുകൾ വായുവിൽ എക്സ്പോസ് ചെയ്ത് വളർത്തുന്ന രീതി. നാസയുടെ വെജി ഗാർഡനിൽ കളിമൺ അടിസ്ഥാനമാക്കിയുള്ള മണ്ണും വളവും നിറച്ച ബാഗിലാണ് സസ്യങ്ങൾ വളർത്തുന്നത്. നാസ മാത്രമല്ല ISROയും ഇതുപോലൊരു പരീക്ഷണാത്മക മോഡ്യൂൾ വിക്ഷേപിച്ചിരുന്നു. ക്രോപ്സ് ബോക്സ് എന്ന പേരിൽ വിക്ഷേപിച്ച ഈ മിനി ഗ്രീൻ ഹൗസ് മണ്ണുപോലുള്ള മീഡിയവും വെള്ളവും സൂര്യപ്രകാശത്തെ അനുകരിക്കുന്ന ലൈറ്റുകളും ഭൂമിയിലേതുപോലുള്ള വായുവും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. എന്നിരുന്നാലും ബഹിരാകാശത്ത് സസ്യങ്ങൾ വളർത്തുന്നത് അത്ര എളുപ്പമല്ല. ഗുരുത്വാകർഷണം ഇല്ലാത്ത അന്തരീക്ഷത്തിൽ ഗുരുത്വാകർഷണത്തോടുള്ള സ്വാഭാവിക പ്രതികരണം അതേ രീതിയിൽ പ്രവർത്തിക്കാത്തതിനാൽ സസ്യങ്ങൾ സ്വയം ശരിയായി ഓറിയന്റ് ചെയ്യാൻ പാടുപെടുന്നു. അടിസ്ഥാനപരമായി വേരുകൾ താഴേക്ക് വളരുന്നതിനും തണ്ടുകൾ മുകളിലേക്ക് വളരുന്നതിനും ചെടിക്ക് ഒരേ സഹജാവബോധം ഇല്ല. ഇത് വികസനത്തെയും പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിനെയും ബാധിക്കും. സൂര്യപ്രകാശത്തിന്റെ അഭാവമാണ് മറ്റൊരു വെല്ലുവിളി. അതിനെ മറികടക്കാൻ കൃത്രിമ വെളിച്ചം നൽകേണ്ട സാഹചര്യമാണ്. പക്ഷേ ഊർജം കാര്യക്ഷമമായി ഉപയോഗിക്കേണ്ടതിനാൽ അതും ബുദ്ധിമുട്ടാണ്. പരിമിതമായ സ്ഥലവും ഒരു വെല്ലുവിളിയാണ്. ഇവയെല്ലാം എന്നാൽ മറികടക്കേണ്ടവയാണ്. കാരണം ഒരു ദീർഘകാല ബഹിരാകാശ പര്യവേക്ഷണം എന്ന ലക്ഷ്യത്തോട് നാം അടുക്കുന്ന ഈ സാഹചര്യത്തിൽ ഭക്ഷണം പ്രധാനമാണ്. ഇതിനായി ബഹിരാകാശ യാത്രികർക്ക് പുനരുൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണ സ്രോതസ് ഉണ്ടായിരിക്കേണ്ടത് നിർണായകമാണ്. ഭക്ഷണത്തിന് മാത്രമല്ല, വെള്ളം ശുദ്ധീകരിക്കാനും കാർബൺ ഡയോക്സൈഡിനെ ഓക്സിജനായി പുനരുപയോഗിക്കാനും സസ്യങ്ങൾക്ക് സഹായിക്കും. സ്പേസ് ഫാമിംഗ് ബഹിരാകാശ യാത്രികർക്ക് മാത്രമല്ല ഭൂമിയിലെ ജനങ്ങൾക്കും ഉപകാരപ്പെടും. ബഹിരാകാശത്തെ തീവ്രമായ സാഹചര്യങ്ങളിൽ സസ്യങ്ങൾ വളർത്തേണ്ട രീതി മനസ്സിലാക്കിയാൽ ഭാവിയിൽ ഭൂമിയിലെ മണ്ണിന്റെ ഫലഭൂഷ്ഠത കുറയുന്ന അവസ്ഥയിലും അത് നമുക്ക് ഉപകരിക്കും.